വിഷകാരി അവിടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വിഷകാരിയാണ് വരാൻ പോകുന്നത്. എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിഷഹാരികളാണ്. പുള്ളിയുടെ അച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിൻതലമുറകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷയിറക്കുക അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്നേരം വിളിച്ചിട്ട് പാമ്പ് വന്നില്ലെങ്കിലാ നമ്മൾ പെട്ടെന്ന് വിളിച്ച എന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും. അത് വരുന്നു, ആ സെയിം ആളുടെ കടിച്ച അവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു, എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു. കൊണ്ടുവരും ഞാൻ അവനെ. അത് ഞങ്ങള് തമ്മിലുള്ള ഇടപാടാ. പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ്, കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങി കഴിഞ്ഞാൽ വിഷം ഇറങ്ങിപ്പോവും. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇത് വലിയ പുലിവാലായല്ലോ കർത്താവേ. നിങ്ങളുടെ തോന്നിവാസന് കയറി ഇവിടെ ഇറങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ്. ഞാൻ വിളിച്ചാൽ അവൻ വരും, ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും. ആ സമയത്ത് നമ്മുടെ വീട്ടില് ബാക്കില് തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നത്. തൊഴുത്ത് ഇങ്ങനെ കത്തും. കുടിക്കാൻ എന്തെങ്കിലും വേണം? ഒരു സർബത്ത് മേടിപ്പിക്കട്ടെ? ഏയ്, എനിക്കൊന്നും വേണ്ട. തൊഴുത്ത് ഇങ്ങനെ കത്തും. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ളു തമാശ എന്നൊക്കെ പറയും, പക്ഷെ ഇത് റിയൽ ആയിട്ട് നമ്മുടെ നമ്മൾ കേൾക്കുന്നുണ്ട്. നാട്ടുകാരെന്തെങ്കിലും പറയൂ? നാട്ടുകാരെന്ത് പറയാൻ? ഒന്നും പറയില്ല. വീഡിയോ വൈറലായതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങളും ട്രോളുകളും നടിക്കെതിരെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. താനേതാടോ? എന്നെ മനസ്സിലായില്ലയോ? ഇത്ര നേരം പോസ്റ്റിൽ ലൈൻ കമ്പയർ ചെയ്യുന്നു, പിന്നെ പറഞ്ഞു ഇവിടെ വന്നിരുന്നു. ഇനി എങ്ങോട്ടാന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ജീവിതം അല്ലേ അത്. പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ്. അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നത്, സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം, പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. കണ്ടിട്ടില്ല. എന്റെ അമ്മ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കണു ചെറുപ്പത്തിൽ ഈ വരണ പാമ്പ് അത് തന്നെയാണെന്ന് ഉറപ്പൊക്കെ ഉണ്ടാവും. അല്ല, അത് പിന്നെ എന്ത് ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇനി തിരിച്ചു വരുന്ന പാമ്പ് വേറെ വിഷമുള്ള, വീണ്ടും വിഷമുള്ള എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ വരുന്നുണ്ടല്ലോ. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം